അമൽനാഥ് കൊച്ചിയിൽ നിന്ന് ക്രിസ്മസ് ആഘോഷങ്ങൾ പങ്കുവയ്ക്കാനായി നമ്മളോടൊപ്പം ചേരുകയാണ്. നമുക്ക് അമലിനോട് സംസാരിക്കാം. അമൽ, ഹാപ്പി ക്രിസ്മസ്. കൊച്ചിയിലെ ക്രിസ്മസ് ആഘോഷം എങ്ങനെയുണ്ട്? എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്? മനു, ഹാപ്പി ക്രിസ്മസ്. കൊച്ചിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം ക്രിസ്മസ് ആണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഡിസംബറിൻ്റെ ആദ്യ ആഴ്ച മുതൽ തന്നെ അതിൻ്റെ ആഘോഷങ്ങൾ നമുക്ക് കൊച്ചിയുടെ ഓരോ ഭാഗങ്ങളിലും കാണാൻ വേണ്ടി സാധിക്കും. ഗ്രാമനഗര പ്രദേശങ്ങളിലൊക്കെ തന്നെയും ആ തിരക്കും നമുക്ക് വളരെ വ്യക്തമായി അനുഭവപ്പെടുകയും ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ബ്രോഡ്വേയിലടക്കം വലിയ രീതിയിലുള്ള തിരക്ക് ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിരുന്നു. വസ്ത്രങ്ങൾ വാങ്ങുന്നത്, ഒപ്പം തന്നെ വീട്ടിലേക്ക് മറ്റു സാധനങ്ങൾ വാങ്ങുന്നവരുടെ തിരക്ക്, അത്തരത്തിൽ വലിയൊരു തിരക്ക് തന്നെയാണ് നമുക്ക് എല്ലായിടങ്ങളിലും കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അത്തരത്തിൽ ഈ ക്രിസ്മസിൻ്റെ ഭാഗമായി ഡിസംബർ ആദ്യ ആഴ്ചയോടുകൂടി കൊച്ചി ഓണാണ് എന്ന് തന്നെ പറയേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം പാതിരാ കുർബാനയിൽ വലിയ തിരക്ക് തന്നെ എല്ലാ പള്ളികളിലും ഉണ്ടായിരുന്നു എന്നാണ്. സെന്റ് മൗണ്ട്, അതായത് കാക്കനാട് സെന്റ് മൗണ്ടിൽ റാഫേൽ തട്ടിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ പാതിരാ കുർബാനയും മറ്റു ചടങ്ങുകളൊക്കെ തന്നെയും ഉണ്ടായിരുന്നത്. അവിടെ വലിയ തിരക്ക് കാണാൻ വേണ്ടി സാധിച്ചു. 11:30 ഈ പാതിരാ കുർബാന ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അതേസമയം തന്നെ മറ്റ് പള്ളികളിലേക്ക് നോക്കുകയാണെങ്കിലും അവിടെയും, അതായത് ലത്തീൻ സഭയുടെ സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലിന്റെ നേതൃത്വത്തിലാണ് പാതിരാ കുർബാന ചടങ്ങുകളൊക്കെ തന്നെയും നടന്നത്. അതോടൊപ്പം യാക്കോബ സഭ അധ്യക്ഷൻ ബസേലിയോസ് ജോസഫ് ബാവയുടെ നേതൃത്വത്തിൽ അരക്കുന്നം സെന്റ് ജോർജ് യാക്കോബ സുറിയാനി വലിയ പള്ളിയിലും ഇന്നലെ ഈ പാതിരാ കുർബാനയും അതിൻ്റെ ചടങ്ങുകളൊക്കെ തന്നെയും കാണാൻ വേണ്ടി സാധിച്ചു. ഈ ക്രിസ്മസിനെ കുറിച്ച് പറയുമ്പോൾ, പ്രത്യേകിച്ച് കൊച്ചിയിലെ ക്രിസ്മസ് ആഘോഷത്തെക്കുറിച്ച് പറയുമ്പോൾ, ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ആഘോഷത്തിൻ്റെ ഭാഗമായി ആരും തന്നെ വീട്ടിലുണ്ടാകില്ല. എല്ലാ സമയവും അവർ നഗരങ്ങൾ കേന്ദ്രീകരിച്ചാകും ഉണ്ടാകുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ വളരെ മനോഹരമായ ഒക്കെ തന്നെ ഒരു ആഘോഷമാണ് ഈ ക്രിസ്മസ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വിവിധ നിറത്തിലുള്ള നക്ഷത്രങ്ങൾ, ഒപ്പം തന്നെ പ്രകാശങ്ങൾ. ഇപ്പോൾ രാത്രി സമയങ്ങളിലൊക്കെ കൊച്ചിയിലൂടെ നടന്നു പോവുകയാണെങ്കിൽ കണ്ണിന് മനോഹര കാഴ്ചകൾ തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഓരോ വീട്ടുമുറ്റങ്ങളിലുമുള്ള വിവിധ തരത്തിലുള്ള നക്ഷത്രങ്ങളും പ്രകാശങ്ങളും ഒക്കെയും വളരെ മനസ്സിനും ഒപ്പം തന്നെ കണ്ണിനുമൊക്കെ കുളിർമ തരുന്ന ഒരു കാഴ്ച തന്നെയാണ്. അതേസമയം തന്നെ ഇന്നലെ പാതിരാ കുർബാനയുടെ ഭാഗമായി റാഫേൽ തട്ടിൽ പറഞ്ഞ വാക്കുകൾ അത് ശ്രദ്ധേയമാണ്. മനു ഇപ്പോൾ അത് സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. അതായത് ജാതിയുടെയും മതത്തിൻ്റെയും ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കട്ടെ എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഒപ്പം തന്നെ പ്രത്യാശയുടെ തീർത്ഥാടകരാകാൻ വേണ്ടി എല്ലാവർക്കും കഴിയട്ടെ, എല്ലാവരും ഒരുമിച്ച് പുൽക്കൂട് ഒരുക്കുകയും ഒപ്പം തന്നെ കരോൾ ആലപിക്കുകയും ഒക്കെ ചെയ്യട്ടെ. അത്തരത്തിൽ സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ ഒരാഘോഷമായി ക്രിസ്മസ് എല്ലാവരും അവിടെ ജാതിയും മതവും ഒന്നുമില്ലാതെ എല്ലാവരും കൂടി ആഘോഷിക്കട്ടെ എന്നാണ് കഴിഞ്ഞ ദിവസം റാഫേൽ തട്ടിലും മറ്റ് പുരോഹിതരൊക്കെ തന്നെയും ഈ ക്രിസ്മസിൻ്റെ ഭാഗമായുള്ള പാതിരാ കുർബാനയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അത്തരത്തിൽ തന്നെ എല്ലാവരും ആഘോഷിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇത്തരത്തിൽ ഞാൻ പാതിരാ കുർബാനയിലും ഒപ്പം തന്നെ ഈ പള്ളികളിലെ ചടങ്ങുകളെക്കുറിച്ചും ഒക്കെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് പറയുകയാണെങ്കിൽ പള്ളിയിൽ രാവിലെയോടുകൂടി തന്നെ പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകൾക്കും വലിയ രീതിയിലുള്ള തിരക്ക് രാവിലെയോടുകൂടി തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നു. വിശ്വാസികളൊക്കെ തന്നെയും ദേവാലയങ്ങളിലേക്ക് രാവിലെയോടുകൂടി തന്നെ എത്തിച്ചേർന്നു. അതിനുശേഷം, അതായത് പ്രാർത്ഥനയ്ക്ക് ശേഷം അവർ വീടുകളിലേക്ക് മടങ്ങുകയും ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കുകയും അത് കഴിക്കുകയും അത് എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ ഭക്ഷണത്തിന് ക്ഷണമുണ്ടോ? ക്രിസ്മസ് ആഘോഷം എവിടെ വരെയായി? അതായത് അമൽ കൊച്ചിയുടെ മുഴുവൻ ക്രിസ്മസ് ആഘോഷങ്ങളെ കുറിച്ച് പറഞ്ഞു. അവരുടെ ക്രിസ്മസ് ആഘോഷം എവിടെ വരെയായി? കേക്ക് മുറിച്ചോ? ഇന്ന് കൂട്ടുകാരുടെ വീട്ടിലൊക്കെ പോകുന്നുണ്ട്. എന്താണ് സ്ഥിതി? മനു, തീർച്ചയായും ഈ കേക്ക് മുറി കഴിഞ്ഞ ഒരു 3-4 ദിവസമായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയുന്നുണ്ട്. കാരണം വിവിധ ഇടങ്ങളിൽ നിന്നും, അതായത് സുഹൃത്തുക്കളുടെ വീട്ടുകളിൽ നിന്നും ഒപ്പം തന്നെ അത്തരത്തിൽ പലരും നമ്മളെ വിളിച്ച് കേക്ക് മുറിക്കുന്നു, അത് ആഘോഷിക്കുന്നു. അത്തരത്തിൽ തന്നെയാണ്. ഒപ്പം വീടുകളിലേക്കും സന്ദർശിക്കാൻ വേണ്ടി ഇന്ന് ഈ ക്രിസ്മസ് ദിവസം വീടുകളിലേക്ക് സന്ദർശിക്കുമ്പോൾ ക്ഷണം കൂടി ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ആ ഒരു സന്തോഷം കൂടി അറിയിക്കുകയാണ്. ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് ഭക്ഷണത്തിൻ്റെ, അതായത് വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ, അത് വെജിറ്റേറിയൻ ഒഴിവാക്കി കൂടുതലായി ഈ ചിക്കൻ, ബീഫ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയുള്ള വളരെ വിപുലമായ ഭക്ഷണങ്ങൾ ലഭിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അത്തരത്തിൽ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ആ ഭക്ഷണം കഴിക്കുന്നു. ഒപ്പം തന്നെ മറ്റു കുടുംബാംഗങ്ങളുടെ, ബന്ധുക്കളുടെ ഒക്കെ വീടുകളിലേക്ക് പുതിയ വസ്ത്രങ്ങളൊക്കെ ഇട്ട് അവിടെ സന്ദർശനം നടത്തുന്നു. അത്തരത്തിൽ ഒരു സന്തോഷം അത് എല്ലാവരിലേക്കും പകരുന്ന ഒരു ദിവസം കൂടിയാണ് ഈ ക്രിസ്മസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ വിപുലമായ ആഘോഷം തന്നെയാണ് കൊച്ചി നഗരത്തെ സംബന്ധിച്ച് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിച്ചത്. ഇന്നും അത്തരത്തിൽ ആഘോഷം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് മനു.